സദാശിവോ? ആ, ശേഖരൻ മാഷയുടെ മോനല്ലേ? അല്ലല്ലോ, രാമൻകുട്ടി മേനോന്റെ മോനാ. അതെന്നെ, വലിയ പറമ്പിലെ രാമൻകുട്ടി മേനോൻ. അല്ല, കോഴിപ്പറമ്പിലെ. അതെ, രണ്ടും പറമ്പ് തന്നെയാണല്ലോ. സദാശിവനല്ലേ പേര്? അതെ. ആ, എന്തിനാ ഏതിനാന്ന് ചോദിക്കരുത്. ഒരാൾക്ക് സദാശിവനെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സാധിക്കാനുണ്ട്. എഴുത്തൊക്കെ എടുത്തല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ, പോട്ടേക്കാം. പറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ സ്വന്തം ആളാ. ഞാൻ കുട്ടിയാസൻ. ചോദിച്ചോ. സദാശിവനല്ലേ ആ പെട്ടിന്ന് സ്ഥിരമായിട്ട് കത്തുകൾ എടുക്കാറ്? അതെ. ഇങ്ങനെ ഒരു പേര് പിൻഭാഗത്ത് എഴുതിയിട്ട് അടുത്ത കാലത്തൊരു കത്ത് അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കിട്ടിയതായിട്ട് ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ, അതാണ് ഫ്രം അഡ്രസ്. ഓർമ്മയുണ്ടെങ്കിൽ ആ കത്തിന്റെ സ്ഥിരമായ അഡ്രസ് ഒരു സ്ഥലത്തേക്കാണ്. പലതവണ എടുത്തുകൊണ്ട് സദാശിവൻ ഒരു പക്ഷേ വായിച്ചു കാണും. ഓർമ്മയുണ്ടോ? കുമാരേട്ടൻ ഓർമ്മ കിട്ടുന്നില്ല. ഒരു പക്ഷെ കത്തിൽ സീലടിക്കുന്ന ശിവൻകുട്ടിക്ക് അറിയായിരിക്കും. അല്ല, സീലടിക്കുന്നുണ്ടെന്ന് വെച്ച് ശിവൻകുട്ടി ഈ ഫ്രം അഡ്രസ് കാണണമെന്നില്ലല്ലോ. ഇവിടെ നയിക്കുന്ന കത്തായതുകൊണ്ട് അയാൾ മുൻവശത്തെ അഡ്രസ്സിലല്ലേ സീലടിക്കൂ. മാത്രമല്ല ഈ കത്ത് ആ പെട്ടി തന്നെ എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതെ. ആ, പിന്നൊരു വഴിയുണ്ട്. കത്തിന്റെ ഫ്രം അഡ്രസ് സീലടിക്കുന്നത് അത് കിട്ടുന്ന പോസ്റ്റ് ഓഫീസിലാണ്. ഈ വിലാസം ഒരുപക്ഷെ അവിടുത്തെ പോസ്റ്റ്മാൻ അറിയാൻ പറ്റും. അവിടെ അന്വേഷിച്ചാൽ അഡ്രസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നീ പറഞ്ഞത് ബുദ്ധിമോശം. ഇമെയിൽ വിലാസം അറിയാമെങ്കിലേ പിന്നെ എന്തിനാണ് ആ പോസ്റ്റ് ഓഫീസ് തപ്പുന്നത്? കഴുത എന്നെ എന്റെ കുമാരേട്ട. ജെസ്സി മോസസ് കോൺവെന്റ് അല്ലടാ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്. അതെ, ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്, പാലക്കാട്. അതാണ് അഡ്രസ്. എനിക്കത് കിട്ടി, ഞാനത് മറന്നിട്ടില്ല. കോൺവെന്റിൽ ഏത് സിസ്റ്റർ? സിസ്റ്റർ അല്ലടാ, മോള്. കുമാരേട്ടന്റെ മോള്. ആരെയാ കുട്ടികളെ കാണേണ്ടത്? ഇത് തന്നെയല്ലേ ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്? ഇത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് അല്ല, ചാരിറ്റി ഹോം. കോൺവെന്റ് ആ മതിൽക്കെട്ടിനപ്പുറത്താണ്. അത് ശരി, അത് കോൺവെന്റ്, ഇത് ചാരിറ്റി. അതെ. രണ്ടിനും കൂടെ രണ്ടമ്മയാണോ അതോ ഒരമ്മയാണോ? ഒരമ്മയേ ഉള്ളൂ. എങ്കിൽ ആ അമ്മയെ എനിക്കൊന്ന് കാണണം. കാണാം. കുഞ്ഞേതാ? എവിടുന്നാ? ഞാൻ ആർമിയിലാണ്, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വരൂ. അപ്പോഴേ ഇദ്ദേഹം ആർമിയിലല്ലേ? ആർമി നമുക്ക് പറ്റൂല. ഞാൻ വെറും ഒരു പാവം ജിന്നാണ് സിസ്റ്ററെ. സിസ്റ്റർ അല്ല, മദർ, അമ്മ, അങ്ങനെ വിളിക്കണം. സോറി. ക്യാപ്റ്റൻ വിജയ് മേനോൻ ഈ അമ്മയ്ക്ക് എന്ത് സഹായം ചെയ്യാനാണ് വന്നത്? പരസ്പരം ഒരു സഹായം അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ എനിക്കാവാം. എന്തായാലും സഹായിച്ചേ പറ്റൂ. ഇവിടെ വരുന്ന കത്തുകളൊക്കെ അമ്മ കാണാറുണ്ടാവും അല്ലേ? അതിന്റെ രണ്ടു വശത്തുമുള്ള മേൽവിലാസവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അമ്മയ്ക്ക് അത് ഓർമ്മയുണ്ടാവും. ചോദ്യങ്ങൾ ഒഴിവാക്കാം. എന്താണ് ആവശ്യം അത് പറയൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന കത്തുകളിൽ ഒരു മനോഹരമായ കത്തുണ്ട്. അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു പേര് എഴുതിയിരിക്കും. പരിഭ്രമിക്കണ്ട. ഈ വാക്കിന്റെ അർത്ഥം സ്നേഹം എന്നാണ്. ഈ കത്ത് ഏത് പെൺകുട്ടിക്കാണോ വരുന്നത് അവളെ എനിക്കൊന്ന് കാണണം. അഡ്രസ് ഇല്ലാതെ ഫ്രം അഡ്രസ്സിലെ വെറും ഒരു പേരും വെച്ചുകൊണ്ട്. ക്ഷമിക്കണം, അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാം. എനിക്കെല്ലാം അറിയാം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമ്മ ഈ പേര് കാണുന്നുണ്ട്. അവസാനമായി ആ പെൺകുട്ടിക്ക് വന്ന ഒരു ഇല്ലണ്ടിൽ വരെ അമ്മ അത് കണ്ടു കഴിഞ്ഞു. ഇനി അത് കാണില്ല. ഞാൻ ആരാണെന്നോ എന്റെ സത്യം എന്താണെന്നോ നിങ്ങളോട് വന്ന് വെളിപ്പെടുത്താൻ ഈ കുമാരേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം മരിച്ചുപോയി. എന്റെ മടിയിൽ കിടന്ന് മരിച്ചുപോയി. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. ആരാ? ഞാൻ കുട്ടി ഹസൻ. നിങ്ങളുടെ അമ്മയെ കാണാൻ എന്റെ ഒരു സുഹൃത്തിനോടൊപ്പം വന്ന. എന്റെ അമ്മയെ കാണാനോ? എന്റെ അമ്മയെ കാണാൻ ഇവിടെ എന്തിനാ വരുന്നത്? അമ്മ അങ്ങ് വീട്ടില. അമ്മയെ പരിചയമുണ്ടോ? ആ അമ്മയല്ലേ സിസ്റ്ററെ, ഇവിടുത്തെ അമ്മ,
മദർന്ന് വിളിച്ചപ്പോ അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു. അമ്മയെന്ന് ഇവിടെ പറഞ്ഞപ്പോ ആകെ ഗുലുമാലുമായി. ഞങ്ങൾക്കിപ്പോ നിസ്കാര നേരാ. അതിന് പറ്റിയൊരു സ്ഥലം അന്വേഷിക്കായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനാ മുറി. ആ സിസ്റ്ററെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് ഒരു മുസ്ലിം നിസ്കരിച്ചു എന്ന് വെച്ച് നാളെ ഒരു സാമൂഹ്യ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? പ്രശ്നമൊക്കെ വിശ്വാസം ഇല്ലാത്തവരുണ്ടാക്കുന്നല്ലേ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഇവിടെ നിന്നോളൂ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. പ്ലീസ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കുമാരേട്ടൻ മരിച്ച കാര്യം. ഇല്ല, ഞാൻ പറയില്ല. എന്തു പറയണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നാലും ഒരു റിക്വസ്റ്റ് ഉണ്ട്, അവളെ കരയിക്കരുത്. ഞങ്ങൾ ഒരിക്കലും അവളെ കരയിച്ചിട്ടില്ല. ചെല്ലു. അച്ഛൻ അയച്ച ആളാണെന്ന് മദർ പറഞ്ഞു. എന്തേ അച്ഛൻ വരാത്തെ? അച്ഛാന്നാണ് നമ്മള് വിളിക്കാറ്. പിന്നെ കത്തില് അച്ഛൻ എഴുതുന്ന കത്തൊക്കെ വായിക്കാറുണ്ടോ? എഴുതുന്ന കത്തുകളിലൊക്കെ കുമാരേട്ടൻ എഴുതുന്നത് അച്ഛനൊരു ശീല. ദൈവം വരെ അച്ഛനെ കുമാരേട്ടൻ അത്ര വിളിക്കാറ്. എന്താ മോളുടെ പേര്? ഗംഗ എന്നാണ് അച്ഛൻ തന്ന പേര്. ഇവിടുത്തെ പേര് മേരി. മദർ ഇട്ടതാ. രണ്ടും നല്ല പേരാണ്. എന്നാലും മോളേന്ന് വിളിക്കുന്നല്ലേ കൂടുതൽ ഇഷ്ടം. കുമാരേട്ടൻ എനിക്ക് അച്ഛൻ തന്നെ. വരാൻ സാധിക്കാത്തതിന്റെ ദേഷ്യം തോന്നരുതെന്ന് മോളോട് പറയാൻ പറഞ്ഞു. എപ്പോഴും യാത്രയാണെന്നും പറഞ്ഞ് കത്തെഴുതാൻ വിലാസം തരാറേ ഇല്ല. സത്യം പറഞ്ഞാ എനിക്ക് അച്ഛനോട് ദേഷ്യ. പക്ഷേ കാണുമ്പോ അതൊക്കെ ഞാൻ മറക്കും. അറിയാം, അച്ഛൻ തന്നെ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വന്നില്ലെങ്കിലും ഈ ഏട്ടൻ ഇനി എന്നും കാണാൻ വരും. ഞാൻ വരുന്നതും അച്ഛൻ വരുന്നതും ഒരുപോലെ അല്ലേ മോളെ? എന്താ ഇത്? അച്ഛൻ പറഞ്ഞയച്ച ഒരാളെ കാണാൻ വരുമ്പോ കരയാ. അച്ഛനോട് വരാൻ പറയോ? പറയാം, തീർച്ചയായിട്ടും പറയാം. ഒരു കാര്യം എന്നോട് പ്രത്യേകം പറഞ്ഞാ വിട്ടിരിക്കുന്നത്. എന്റെ മോൾക്ക് പരീക്ഷ തുടങ്ങാറായി. അവളെ അനുഗ്രഹിച്ചിട്ടേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തല്ല് കിട്ടുമെന്നൊക്കെ. ഞാൻ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, ഒരു സന്തോഷത്തിന്. എന്താ ഇത്? പറയാം, മോളെ കണ്ടു എന്ന് അച്ഛനോട് പറയാം. ഇല്ലിപ്പലത്ത് നാരായണൻ മകൻ കുമാര, ഞാൻ കണ്ടു. നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ മകളെ ഞാൻ കണ്ടു. You are an innocent idiot, simple rascal. ഞാൻ സിമ്പിൾ റാസ്കൽ ആണെങ്കിൽ നീ ഡബിൾ റാസ്കലാടാ മോനെ. ഇവിടെ നീ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എത്തിയില്ലേ? യു ബ്ലഡി സോൾജർ. എന്തു പറ്റി? നീ എന്തിനാ കരഞ്ഞേ? കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെ മദർ ചീത്ത പറഞ്ഞോ? തല്ലിയോ? ഈ ബഹളം വെച്ച കൊന്നുകളെ ഞാൻ കണ്ടടാ. ആരെ?
കുമാരേട്ടന്റെ മോളെ കണ്ണു നിറച്ച് കണ്ടടാ. ഞാൻ എന്താ ആഗ്രഹിച്ചോ അത് സാധിച്ചു. ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് ചില തീർക്കാനുണ്ട്. എന്ത് തീർക്കാനുണ്ട്? ഒരേകാംഗ കോടതി, ശത്രുവിനോട് അശേഷം കരുണ കാണിക്കാത്ത ഒരേകാംഗ കോടതി. ഇറ്റ് വിൽ ബി എ കോർട്ട് മാർഷൽ ഇൻ ഓൾ റെസ്പെക്ട്. ഞാൻ അവരെ എന്റെ മുമ്പിൽ നഗ്നരാക്കി നിർത്തും. There I will declare my judgment. ഈ ഞാൻ ക്യാപ്റ്റൻ വിജയ് മേനോൻ, the respected soldier from the Indian Army. അമ്മേ, ശത്രുസംഹാര പ്രിയേ, ദേവി, മഹാമായേ, മുതലയായും കഴുകനായും ഒരു ശത്രുവിനെയും എന്റെ നേരെ അയക്കല്ലേ. ഞാൻ എന്ത് പാപാ മഹാമായെ ചെയ്തത്? പാപം ചെയ്യാത്തവർ ഈ പട്ടരെ കല്ലെറിയട്ടെ എന്നൊന്ന് പറഞ്ഞു നോക്കേ. ഒരൊറ്റ കല്ല് എന്റെ നേരെ വരൂ. ദേ നോക്ക്, പേടികൊണ്ട് തൂക്കം 6 കിലോ കുറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെ ഒറ്റ തടിയ. ഉരുക്കി ഉരുക്കി എന്നെ നീ ഇല്ലാതാക്കല്ലേ ദേവി. DSP ഇപ്പോഴും മഞ്ഞത്ത് കിടക്കുക. ശ്വാസം വരുവോ? ഇപ്പൊ വരാട്ടാ. ഹലോ സ്വാമി, രക്ഷിക്കണം. ആ. ഞാനൊരു കോൺട്രാക്ടറാണ്. ആ. കുറച്ച് ദിവസം ഞാൻ ഗൾഫിലായിരുന്നു. ആയിക്കോട്ടെ, ഗൾഫിലായിക്കോട്ടെ. ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ. എനിക്കെതിരെ ഒരു വഞ്ചന കുറ്റം ചുമത്തി കോടതിയിൽ ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ആ. നാളെ ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഒരു അർജന്റ് കാര്യം. ആ. കേസിന്റെ നമ്പർ ഞാൻ തരാം. സ്വാമി ദയവ് ചെയ്ത് അത് എടുക്കണം. ഒരു ആ. മറുപടിയെങ്കിലും അയച്ചില്ലെങ്കിൽ എന്നെ അത് വല്ലാതെ ബാധിക്കും. ഏതാ കോടതി? ഹൈക്കോർട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഫോണിലൂടെ ദുഃഖങ്ങൾ കേൾക്കാറില്ല. എന്ന് വെച്ച് ജർമ്മനിക്ക് ബുക്ക് ചെയ്തൊരു ടിക്കറ്റ് ഞാനായിട്ട് എന്തിനാ ക്യാൻസൽ ആക്കണേ? അത് വേണ്ട. നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഫീസും കൊടുത്ത ഒരാളെങ്ങടെ അയക്കുക. ചെക്ക് വേണ്ട, ഫീസ് പണമായിട്ട് കവറിലിട്ട് മുദ്ര വെച്ച് അയക്കണം. ഞാൻ എണ്ണും, 2000 വരെ എണ്ണും. എന്നിട്ട് രേഖകൾ പഠിച്ച് നോട്ടീസ് അയക്കും. സ്വാമി 2500 വരെ എണ്ണും പോരെ? ആ മതി. ഇനി നമ്പർ തരൂ. 37A 37A 473 473 12/3/1976. 12/3/1976. 12/3? What is the date? 12/3/1976. അതെന്ത് ഡേറ്റാ കൊച്ചനെ? തലയ്ക്ക് സുഖമില്ലെങ്കിലേ ജർമ്മനിക്ക് പറക്കുന്നതിന് മുമ്പ് വിവരമുള്ള വല്ലവരെയും വിളിച്ച് കാണിക്കേ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടോ, ഈ ഡേറ്റ് തെറ്റാടോ. അല്ല സ്വാമി, അത് ഡേറ്റിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ വിളിക്കുന്നത് ഇത്തിരി പിന്നാക്കം നിന്നിട്ടാണ്. സ്വാമിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, താനാരാ? ഞാൻ മുതലേ സ്വാമി, സ്വാമിയുടെ മുതല. സ്വാമി, ഈ ഫയല് പിന്നെ എവിടെ പോയി കിടക്കുക? വെച്ചോടത്തൊന്നും കാണാനില്ലല്ലോ. ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു. ഇതിപ്പോ മാർച്ച് 12 അല്ല. 473 ഇതല്ല. ഓ, ഇതൊന്നല്ലല്ലോ. 1976 മാർച്ച് 12. 473/37A. അതൊരു കഴിവാണോ? ഈ കാണുന്ന 15 ഏക്കർ തോട്ടം ഞാൻ ഏത് കാലത്ത് വാങ്ങിയതാ? 18 കൊല്ലം മുമ്പ്. ഗുഡ് മോർണിംഗ് സാർ. അതെ ജോർജ് സാർ. 7 മണിക്ക് തന്നെ. 7 മണിക്കല്ല, 8 മണിക്കാ സാർ വന്നത്. അല്ലെന്ന് 7 മണിക്ക് സാർ എണീറ്റിട്ടില്ല. ജയിച്ചാ മിനിസ്റ്റർ അത് ഉറപ്പാ. പാർട്ടി എന്ത് പറയുന്നോ അത് ചെയ്യുക. മനസാക്ഷിയുള്ള ഒരു പ്രവർത്തനം. ജോർജ് സാറേ, മിനിസ്റ്റർ വരും, കണ്ടിട്ടേ പോകാവൂ. ഞാൻ വിളിപ്പിക്കാം. ശരി. എന്താണ് മുതലേ കിട്ടി. ആരാണെന്ന് അറിയില്ല. എന്നെ ഫോണിൽ വിളിച്ചു, ഒരു കേസിന്റെ കാര്യം പറഞ്ഞു. ഏത് കേസ്? ഏയ്
ചന്ദ്രാപിന്നിക്കാരൻ ജോർജ് മത്തായി മന്ത്രിയും കാത്ത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഒരു ടിക്കറ്റും പിടിച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന എങ്ങനാ? ഒന്ന് വേഗം മന്ത്രിയാവണ്ട അച്ചായ. എടോ ഈ പട്ടരെന്താ ഒരുമാതിരി അട്ടയെ പോലെ തന്നെ എപ്പോഴും കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? കൊല്ലം എത്രയാടോ? ഇതുവരെ തനിക്ക് ഇയാളെ ഒഴിവാക്കാനായില്ലേ? എങ്ങനുണ്ട് പട്ടരെ ലീലാവിലാസങ്ങൾ? എന്ത് ചെയ്യാനാ, ലീലാവിലാസങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ കരിന്തിരി എത്തിപ്പോ. അച്ഛാ, എന്ന് വെച്ചാ പഴയതുപോലെ തന്നെ അല്ലേ? അധികം ലീലകൾ വേണ്ട. ദൈവത്തിന് വരെ എയ്ഡ്സ് പിടിക്കുന്ന കാലമാ. ഞാൻ ഈ പട്ടരെ ഒന്ന് പുറത്താക്കാൻ പോവാ. എനിക്ക് നാറ്റം അങ്ങോട്ട് പിടിക്കുന്നില്ല. വാ, ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. താൻ ഇത്തിരി പുറത്തേക്കുന്നേ. എനിക്കും മത്തായി അല്ല, എനിക്ക് ജോർജ് സാറിന്റെ അടുത്തൊരു കാര്യം പറയാൻ. അവൻ ശരിയല്ല ജോർജ്, ഒരു തികഞ്ഞ കള്ളൻ. ഞാൻ അവനെ പണ്ടേ തഴഞ്ഞതാ. ഇത്രയും കൂർമ്മ ബുദ്ധി ഉണ്ടായിട്ടും താൻ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. തനിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? മനസ്സിലായി. നമ്മുടെ ഇല്ല, തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. നമ്മുടെ കേട്ടാലറിയാം താൻ എന്നെ മറന്നു. സാരമില്ല, ഞാനൊരു ക്ലൂ തരാം. ഈ ബാഗ് തനിക്ക് ഓർമ്മ കാണും. ബോംബെയിൽ വെച്ച് ഞാനിത് തന്റെ മുമ്പിൽ പലതവണ തുറന്നിട്ടുണ്ട്. തുറന്നപ്പോഴൊക്കെ ഇതിനകത്ത് പണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടുന്നുണ്ടോ? സൂരത്തിൽ രത്നം തൂക്കി വിൽക്കുന്ന തന്റെ ഒരേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ... ഓ, വിക്രമൻ, ബോംബെ വിക്രമൻ. ഞാൻ അങ്ങനെ തന്നെ മറക്കൂ. ഈ പെട്ടി മറക്കൂ. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. കേന്ദ്രം പറഞ്ഞാ പിന്നെ മോനാ, ഇപ്പോഴാരെ അകത്തേക്ക് വിടണ്ട. ആ വക്കീലിരുന്ന് ബേളം വെക്കുന്നുണ്ട്. അയാളെ പിടിച്ച് കെട്ടിയിട്. ഞാൻ വന്ന് കയറിയതും പെട്ടെന്ന് കണ്ടപ്പോ വിക്രമനെ തിരിച്ചറിയാൻ താൻ കുറച്ച് സമയമെടുത്തു. ഒരു ബോധക്ഷയം അല്ലേ? എനിക്ക് പെട്ടെന്ന്... സാരമില്ലടോ, താൻ ബോധം കെടാൻ പോകുന്നതേ ഉള്ളൂ. തനിക്കൊരു ടിക്കറ്റ് ഉറപ്പാ. ഈ ബാഗിലെ പണവും ഉറപ്പാ. എനിക്കിവിടെ ഇത്തിരി മീൻ പിടിക്കാനുണ്ട്. ഞാൻ ചൂണ്ടയിടും. തന്നെ ഞാനതിൽ കോർക്കും. നല്ലവണ്ണം കടിച്ചു പിടിച്ചോണം. ബാക്കി ഞാൻ ഏറ്റു. വയ്യ ജോർജ്. കഴിഞ്ഞ മാസം വിജയവാഡയിലായിരുന്നു. ഒരു ചെറിയ കുതിര കച്ചവടം നമ്മുടെ MCRന്റെ കൂടെ 1.5 കോടി മറിഞ്ഞു. അല്ല, വിക്രം എന്ന് പറഞ്ഞത് സൂറത്തിലെ ശ്യാം നിവാസ് മിശ്രയുടെ... തനിക്കിപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. ശ്യാം നിവാസ് മിശ്രയുടെ വിക്രമൻ ചത്തിട്ട് കൊല്ലം 4 താൻ സൂക്ഷിച്ചു നോക്കിയേ. ആ വിക്രമനാണോ ഞാൻ? ആ വിക്രമനെയല്ല ഞാൻ. ആ പേര് ഞാൻ മാറ്റി. പുതിയ പേര് ഞാൻ ഒരാളോട് പറഞ്ഞിരുന്നു, നമ്മുടെ പൂച്ചക്കണ്ണനോട്. അവനത് തന്നോട് പറഞ്ഞില്ലേ? അതോ അവനെ താൻ മറന്നോ? ഞാനും താനും പൂച്ചക്കണ്ണനും ചന്ദനത്തടികളും 4-5 കോടികളും നമ്മുടെ ലോറികളും. നമ്മൾ എന്തൊക്കെ കളിച്ചടാ എന്റെ ജോർജ്. അവനിപ്പോ എവിടാ ആ പൂച്ചക്കണ്ണൻ? അതൊക്കെ ആ സമയത്ത് നമ്മള്... അന്ന് വിക്രമൻ നമ്മുടെ കൂടെ... പിന്നെ ആരാടോ തനിക്കും പൂച്ചക്കണ്ണനും നക്കി തിന്നാൻ കോടിക്കണക്കിന് പണം മറിച്ചത്? ഈ വിക്രമനൊന്നും മറക്കില്ല. രേഖകളാ, തെളിവുകളാ ഇതൊക്കെ. അതാ പറഞ്ഞത് ഈ രാഷ്ട്രീയ കുപ്പായം തനിക്ക് ചേരില്ല എന്ന്. തന്നെ കാണാമെന്ന് എന്നെ വേണോടോ തല്ലാൻ. സൂക്ഷിച്ചോ. കളിച്ച കളി മറന്ന് കളിച്ച് നല്ലവനാവാൻ നോക്കിയാൽ ഈ വിക്രമന്റെ സ്വഭാവം മാറും. തന്നെ ഞാൻ ജീവനോടെ മുതലേക്ക് ഇട്ടുകൊടുക്കും. നിങ്ങൾക്ക് എന്താ പറയാന്ന് വെച്ചാൽ പറയാ. പിന്നെ ജോർജ് സാറേ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ആരെ നോക്കണേ? പറ, എന്നോട് പറ. ബാലകൃഷ്ണൻ അല്ലേ പേര്? അതെ. ഞാൻ പോലീസ്, സ്പെഷ്യൽ പോലീസ്. താൻ അവിടെ ഇരിക്കേ. ഹലോ, ആരാടാ അത്? ദേവസ്കുട്ടിയ സാറേ. മുത്തു എവിടെ? അവനെ വിളിക്കേ. മുത്തു പമ്പി പോയിരിക്കുക. എത്രയാടാ പമ്പിലെ നമ്പർ? 474014 സർ. ആ, മുത്തു ആണോടാ? അതെ. നീ ഉടനെ അച്ചായനെ തപ്പണം. ഇപ്പോഴെവിടാണുള്ളതെന്ന് അറിയണം. വിവരം എന്നെ വിളിച്ച് പറയണ്ട, ഞാൻ വിളിച്ചോളാം. മനസ്സിലായടാ? മനസ്സിലായി മുതലാളി. ആ, എന്നാ വേ. എന്നാ വേ. മുത്തു, എടാ മുത്തു. യു ആർ എ ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്.
യു വിൽ ഗെറ്റ് എ പ്രൊമോഷൻ സൂൺ. താങ്ക് യു സാർ. ജോർജ് സാർ ഫോൺ ചെയ്തിരുന്നില്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ചായൻ ഷെൽട്ടറിലേക്ക് പോയെന്നാ വിവരം കിട്ടിയത്. അത് മുതലാളിയോട് പറഞ്ഞല്ലോ. ആ, അങ്ങേര് ഷെൽട്ടറിലുണ്ടാ? എന്നാ പിന്നെ എനിക്ക് എന്തിനാണോ ജോർജ് സാറിന്റെ സൗജന്യം? എന്നെ സഹായിക്കേണ്ടത് അച്ചായനാ. അച്ചായനെ കണ്ടാ എനിക്ക് ഇത്തിരി ധൈര്യമായിട്ട് ശ്വാസം വിടാം. അല്ല, വക്കീൽ എന്തിനാ പറഞ്ഞത്? അച്ചായൻ അവിടെയെങ്കില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. താൻ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ വെറുതെ കേട്ടതാ. അങ്ങേര് തന്റെ മുതലാളിയുടെ കുടുംബസ്വത്തൊന്നല്ലോ. താ പോടോ. ആ വക്കീല, അങ്ങനെ പോയാലെങ്ങനാ? മേൽവന്ന് കൈയിട്. അല്ല, എനിക്ക് മുതലാളിയോട് മേൽവന്ന് സംസാരിക്കണം. കയ്യിലെടുക്കണം. അല്ല, കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. ടീമിടുക്കുണ്ടെന്ന് വെച്ചിട്ട് കളി. അങ്ങനെ വേണമെങ്കിൽ പോണ്ട. അടിച്ച് ഞാൻ നിന്റെ കൊല്ലിയെ കളയും. എടുത്തോ, ചുറ്റി വളഞ്ഞു വന്നാൽ മതി. എങ്ങ് നടത്തണം. റൗഡിത്തരം എന്നോട് വേണ്ട. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സകലണത്തിന് ഞാൻ കൂട്ടിക്കേറ്റും. എല്ലാ രേഖകളും വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. എന്നെന്തിനാ പിടിച്ചു വലിക്കണേന്ന്? എന്നെ വിട്. ദയവ് ചെയ്ത് എന്നെ നായിക്കിട്ടോക്കരുത്. അയ്യോ, കഷ്ണിച്ച് പുഴുങ്ങിക്കൊടുത്ത നായക്ക് വരെ തന്നെ വേണ്ട. മിണ്ടരുത്. മിണ്ടിയ ചവിട്ടി നിന്റെ LLB എടുത്ത് ഞാൻ പുറത്തിടും. അഴിക്കട്ടോ? കഴിക്കേ. എന്തത്? എന്നെ ഇങ്ങനെ അൽസേഷൻ ആക്കരുത്. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇരിക്കണോടെ. നിങ്ങൾ ആരാ? ചവിട്ടും ഞാൻ. കുരക്കണോ? കുരക്കാൻ. എന്താ മനസ്സിലായില്ലേ? കൊരയ്ക്കാൻ. ഇങ്ങനല്ലേ പട്ടരെ നീ കോടതിയെ കുരയ്ക്കാറ്? ഈ കുര കേട്ടല്ലേ എത്രയോ പാവങ്ങളെ നീതിമാന്മാർ സ്വർഗത്തിലേക്ക് അയച്ചത്? നിനക്കിനി ഈ ജന്മത്തിൽ വക്കീൽ വേഷമില്ല. ഇനി ഒരേ ഒരു കർമ്മമേ ബാക്കിയുള്ളൂ. എന്ത് കർമ്മ? കുട്ടിയസ, സാധാരണ നായ്ക്കൾ എന്താ ചെയ്യാറ്? യജമാനന്മാർക്ക് വഴികാട്ടും. കറക്റ്റ്. ഈ നിമിഷം മുതൽ നീ എന്റെ വഴികാട്ടിയാണ്. അതാണ് നിന്റെ കർമ്മവും. കുരയ്ക്കടോ. കരയാനല്ല പറഞ്ഞത്, കുരയ്ക്കാൻ. കുരയ്ക്കടോ. Sit down, my boy. It's all right. ഇതാണ് ഞാൻ പറഞ്ഞ കടലാസ് കെട്ട്. തപ്പിയെടുത്തു. ഇനി ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതിലുണ്ടായാൽ ഭാഗ്യം. റവന്യൂ ഇന്റലിജൻസിൽ ഇരിക്കുമ്പോ ബോംബെയിൽ വെച്ചാ ഞാൻ റിട്ടയർ ചെയ്തു. അന്ന് കെട്ടി വെച്ചതാ ഈ ഒരു കെട്ട്. വിക്രമനെ കുറിച്ച് തന്ന ആ ഇൻഫർമേഷൻസ് ഉപകാരപ്പെട്ടു അല്ലേ? ഇതല്ലേ സാർ വിക്രമൻ എന്ന് ഉപയോഗിച്ചിരുന്ന ബ്രീഫ് കേസ്? എക്സാക്ട്ലി, യു മേഡ് ഇറ്റ്. ഞങ്ങളുടെ നോട്ടപ്പുള്ളി ആയിരിക്കുമ്പോ ഈ ബാഗ് അവന്റെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. ഭാഗ്യം അവൻ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ആ, ഞാൻ പറഞ്ഞില്ലേ, അന്ന് വിക്രമനെ ബോംബെക്ക് അടുത്ത് ഒരു ബോട്ടിൽ വെച്ച് ഞങ്ങൾ പിടിക്കുമ്പോ അതിനകത്തൊരു പാർട്ടി നടക്കുകയായിരുന്നു. എല്ലാവരെയും വരി വരിയായി നിർത്തി ഒരു തെളിവിന് വേണ്ടി അന്നെടുത്ത ഫോട്ടോയായത്. ചിലപ്പോ ഉപകാരപ്പെടും. വർമ്മ സാർ പറഞ്ഞത് ശരിയാണ്. എനിക്കിത് ഉപകാരപ്പെടും. ഞാനിതിലെ ഓരോ മുഖത്തിന്റെയും കോപ്പി എടുക്കും. കഴിയുന്നത്ര എൻലാർജ് ചെയ്യും. എന്നിട്ടൊരു പ്രത്യേക മുഖം ഇതിലുണ്ടോ എന്ന് കണ്ടുപിടിക്കും. എന്ത് തരം മുഖം? 2 പൂച്ചക്കണ്ണുള്ളൊരു മുഖം.